പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ വിട്ടേച്ചു പോകുന്ന ഭവനത്തിനകത്ത് ദൈവമഹത്വം നിറങ്ങട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇവർ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കടന്നു വന്നത് വെറുതെയല്ല. ഇതിനകത്ത് വന്നത് വെറുതെയല്ല. ഞാനത് ആമേൻ ഒരിക്കൽ കൂടെ ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലരോട് പറയാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ അവൻ ഒരു വഴിത്തിരിവിന്റെ ദിവസമാക്കി, ഒരു വഴിത്തിരിവിന്റെ മണിക്കൂറാക്കി അവൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ക്രൈസ്റ്റ് ജനറേഷനെ അടുത്ത കൈമനുഷ്യനിലേക്ക് ദൈവം തിരിക്കുന്ന പകലാണ്. യേശുവിന്റെ നാമത്തിൽ അടുത്ത കൈമനുഷ്യൻ, ക്രൈസ്റ്റ് ജനറേഷന്റെ അടുത്ത കൈമനുഷ്യൻ ഇന്ന് പകൽ ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അടുത്ത ചില മിനിറ്റിനകത്ത് തന്നെ അവൻ ഈ കസേരകൾ നിറയുവാൻ വേണ്ടി പോകുന്നു. അടുത്ത ചില മിനിറ്റുകൾ തന്നെ അവൻ ഒരുപാടുള്ളവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കണ്ണുകളുടെ ദൈവത്തിന്റെ അസാധാരണമായ അത്ഭുതത്തിന്റെ മണിക്കൂറുകളായി മാറട്ടെ. രോഗികളായി ഇതിനകത്താരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ലൈവിലൂടെ ഞങ്ങൾ വീക്ഷിക്കുന്ന സകലരെയും പരിശുദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുവാൻ കൃപകൾ യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവങ്ങൾ എല്ലാവരും കരം ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ ചുരുക്കം പേരെ ഉള്ളൂ. തക്ക സമയത്ത് ആൾക്കാർ കടന്നു വരും. ഇവിടെ ഇരിക്കുന്ന അലക്ഷ്യമായിരിക്കുന്നത് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിദാസ ഗാനങ്ങൾ ആലപിക്കും. എല്ലാവരും കരമടിച്ച് ആ ഗാനങ്ങൾ ചേർന്ന് പാടണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാഴ്ച കാണാൻ വന്നിരിക്കുകയാണ് നമ്മൾ. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നു. ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വീട്ടിനകത്ത് മാത്രം കഴിഞ്ഞ 8 മാസം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ 8 മാസം കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ
ഉപയോഗിക്കണം. കുറച്ചു പേരേ ഉള്ളൂ. എനിക്കറിയാം അനിൽച്ചാലൊക്കെ ആയിരങ്ങളോട് ആരാധിക്കുന്ന ദൈവത്തിന്റെ ദൈവദാസന്മാരാണ്. അപ്പൊ ഞങ്ങളുടെ തുടക്കമാണ്, രണ്ടാമത്തെ ആഴ്ചയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേൻ ഇത് വളരും, ആമേൻ ഇത് വർദ്ധിക്കും. ആമേൻ ഇതൊക്കെ പറയുന്നത് ആമേൻ ചേർന്ന് ആമേൻ പറഞ്ഞ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. വളരെ 3 മണി എന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റാണ്. 3 മണിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എത്താൻ സാധിക്കില്ല. മല്ലപ്പള്ളിയിൽ നിന്ന് ദൈവദാസൻ ഓടി വരണം. അതുകൊണ്ട് 3 മണി എന്നുള്ളത് അടുത്ത ആഴ്ച 4 മണി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 4 മണി തൊട്ടായിരിക്കും അടുത്ത ആഴ്ച നമ്മുടെ പ്രയർ. 4 മണിയാകുമ്പോഴത്തേന് എല്ലാവർക്കും പത്രത്തിൻ്റെ ഇപ്പം കൊല്ലത്തു നിന്നൊക്കെ ആൾക്കാർ നമുക്ക് അവൻ കടന്നു വരും. അപ്പം അടുത്ത ആഴ്ച 4 മണി തൊട്ടായിരിക്കും ഇവിടുത്തെ മീറ്റിംഗ്. അതുകൊണ്ട് നിങ്ങൾ 4 മണി ആകുമ്പോഴത്തേന് എല്ലാവരും കടന്നു വരണം. അവൻ തുടർന്ന് നമ്മൾ ദൈവത്തെ പാടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ക്ഷണിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനോട് നമ്മൾ ശുശ്രൂഷിക്കാനുണ്ട്. റൈസിംഗ് തോമസിന്റെ അവൻ ചർച്ചിൽ അസിസ്റ്റന്റായിട്ട് നിൽക്കുന്ന ഒരു കർത്താവിദാസൻ. അവൻ ആള് കുറവാണെന്ന് വിചാരിച്ച് അഭിഷേകം നഷ്ടപ്പെട്ടു. ഇതിനകത്ത് അഭിഷേകം ഇറങ്ങും. നിങ്ങളോട് ചില ദൂത് ഇത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് ആത്മാക്കളുടെ പെരുപ്പത്തിലല്ല ദൈവം ഇറങ്ങി വരുന്നത്, ആത്മാക്കളുടെ ഒരുക്കമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പരിശുദ്ധാത്മാവ് റെഡിയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. 2021 ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്നലെ കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാനിടയായി. ഹല്ലേലൂയ. മീറ്റിംഗിൽ വെച്ച് ദൈവദാസന്മാർ ഹല്ലേലൂയ കൽപ്പിച്ചൊരു ദൂതിക വർദ്ധനവുണ്ടാകുന്ന വർഷമാണ് 2021. എങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ ദൂതിനെ റിസീവ് ചെയ്യാം. ഈ കൂട്ടായ്മയ്ക്കകത്തും ഒരു വർദ്ധനവുണ്ടാകട്ടെ. ഹല്ലേലൂയ. വിശാലത വരുത്തുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരട്ടെ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 2020 എന്ന വർഷത്തിൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തി എന്ന് ഞാൻ വേണ്ട പറയാം. ഞാൻ വലിയ ആളാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ഒരു വേദി പോലും ഇല്ലാതെ വേദി അന്വേഷിച്ചു പോയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ. പലരിടത്തും ചെന്ന് വേദി ചോദിച്ച് കണ്ണീരോടെ നിന്ന നിമിഷങ്ങളുണ്ട്. എനിക്ക് വേദി തരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി നടത്തിയ നിമിഷമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇത് ഞാൻ വിളിച്ചു പറയട്ടെ, ആഴ്ചയിൽ ഒരു മീറ്റിംഗ് പോലും ഇല്ലാത്ത ഒരാഴ്ച പോലും എനിക്കില്ല. എന്ന് പറയുന്ന ഒരു കാര്യമല്ല. കർത്താവിനോട് ഇങ്ങനെ കൽപ്പിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. റബ്ബശബ്ദനെ ഒന്നുമില്ലാത്തവനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം
പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ പരിശുദ്ധയാത്മാവിനോട് ഇങ്ങനെ പറയാൻ കൽപ്പിച്ചു. ശൂന്യമായതിനെ നിറയ്ക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഒന്നുമില്ല എന്നോർത്ത് ഭാരപ്പെട്ടുകൊണ്ട് മാറി നിന്ന് വേദനിച്ച ദൈവത്തിന്റെ പൈതലെ ഇന്നോട് ഇന്ന് ആരാധന സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ചില ശൂന്യതയെ നിറയ്ക്കുവാൻ ശക്തനായ ഒരു പിതാവ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറങ്ങുന്നു. ആ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആ സ്നേഹത്തിൽ വീട് നിൽക്കുമ്പോൾ ഒരു പിശാച് എന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. ഒരു പാപം പിശാച് പോലും എന്നെ തൊടത്തില്ല. ഞാൻ ആ ദൈവത്തിന്റെ കരങ്ങളില, ഞാൻ യേശുവിന്റെ ചിറകിന്റെ കീഴില. എത്ര പേർ അത് പറയാൻ തയ്യാറാണ്? ഒരു യോഗ്യതയില്ലാത്ത കർത്താവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഒരു യോഗ്യതയുമില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ ഇവിടെ ഇരിക്കുന്നു, ദൈവദാസൻ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഫോൺ ബന്ധത്തിലൂടെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, ആലോചിക്കുകയാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വർഷിപ്പ് ചെയ്യാൻ ഒരവസരം എന്റെ കർത്താവ് ഒരിക്കലും ഞാൻ ദൈവം ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി പാടും. ഒരു സമയത്ത് നിന്ന പരിഹാസങ്ങൾ ഏറെ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ എന്റെ കയ്യിൽ ഒരു ഉപദേശി, നിനക്ക് അഭിഷേകമില്ല മോനെ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും ഈ ഹാലലിയ പാടിക്കൊണ്ടിരുന്ന മൈക്ക് തട്ടിപ്പറിച്ചോണ്ട് പോയിട്ടുണ്ട്. മൈക്ക് കിട്ടാതെ ഞാൻ ആ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് കരഞ്ഞ നിമിഷമുണ്ട്. ഞാനത് ചോദിച്ചപ്പോ എന്നോട് ദേവദാസൻ പറഞ്ഞു, നീ പിന്നെ ഇവിടെ വന്ന് വർഷിപ്പ് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ആ വേദിയിൽ നിന്നുകൊണ്ട് വർഷിപ്പ് ചെയ്തു. ഹാലലിയ. അടുത്ത വർഷം ഞാൻ അവിടെ നിന്ന് വർഷിപ്പ് ചെയ്തത്. ഹാലലിയ. ഞാൻ പറയട്ടെ, ഹാലലിയ.
Hallelujah. അങ്ങയോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകപാപം പിശാചും എന്നെ തൊടത്തില്ല. അങ്ങേ ഞാൻ ആശ്രയിക്കുന്നപ്പ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസി വരെ 14 തലമുറ, ബാബേൽ മുതൽ ക്രിസ്തു വരെ 14 തലമുറ. ഇങ്ങനെ വംശാവലി പറയുമെങ്കിലും മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ദൈവം തന്റെ സ്വപുത്രനെ ലോകത്തിൽ അയച്ചു. എന്തിന്? ലോകത്തിന്റെ പാപപരിഹാരത്തിനായി ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരത്തിനായി മരിച്ചുയർത്തു. ഇനി അന്ന് ആ ജനം മശീഹയ്ക്കായി കാത്തിരുന്നത് പോലെ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ഞാൻ നിങ്ങളും കാത്തിരിക്കുക. ഓ ശാപരവന അരച്ചനവന റാല തുറിച്ചിരിതവന ശക്തി. ഓ കണ്ണേ കാണുവാൻ ആർത്തിവാളേറുന്നേ ഇല്ലാ പ്രത്യാശ ഒന്നിനും. കണ്ണനെ കാണുവാൻ ആർത്തിവാളേറുന്നേ ഇല്ലാ പ്രത്യാശ ഒന്നിനും. എത്ര പേരെന്ന് പറയുവാൻ തയ്യാറാണ്? എനിക്ക് ആ കാതല മാത്രം കാണാൻ മതി, മറ്റൊരു പ്രത്യാശയിലേക്കുള്ള. ഞാൻ ഇതിന് ആ കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, പാപത്തിന്റെ പരിഹാരമായി ക്രിസ്തു യാഗമായി ഒരു നിമിഷം എന്നോട് കൂടെ ചേർന്ന് സമർപ്പണത്തോടെ ഒരു പാടാമോ? ഹല്ലേലൂയ. കാന്തനെ കാത്തിരിക്കുന്നവരെല്ലാം എന്റെ കൂടെ ചേർന്ന് പേരുള്ള
ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ച മുതൽ ഇവിടെ തുടങ്ങിയാണ് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം. അപ്പം ഞങ്ങൾ വിചാരിച്ചത് രണ്ടാമത്തെ ആഴ്ച മുതൽ ഞാനും ആൻസി മാത്രമേ കാണത്തുള്ളൂ. അവൻ കുറച്ച് ദിവസത്തേക്ക് ഞാനും ആൻസി മാത്രമേ രണ്ടാമത്തെ ആഴ്ചയൊക്കെ കാണത്തുള്ളൂ. ഇത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ പുതിയ പുതിയ ആളുകൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ദൈവം തരുന്നു. പതുക്കെ വളർന്നാൽ മതി. പക്ഷെ 2021 തീരുന്നതിന് മുൻപ് കർത്താവ് ഇതിനെ വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വലിയൊരു വാർത്ത, ഞങ്ങളൊന്നും ആയിട്ടില്ല. ഞങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ കോട്ടയത്ത് അടുത്തൊരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു. ആമേൻ. ഈ മാസം ലാസ്റ്റ് കോട്ടയത്ത് കൊണ്ട് ഞങ്ങൾ ചെറിയ പ്രൈസുകൾ സ്റ്റാർട്ട് ചെയ്യും. ആമേൻ. സന്തോഷമുള്ള എല്ലാവരും കരമൊഴിയെത്തി ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്ന ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് ധാരാളമായി അനുഗ്രഹിക്കുന്നതായി സ്തോത്രം. ആമേൻ. കഴിഞ്ഞ 8 മാസങ്ങൾ ആമേൻ യാതൊരു വിധത്തിലുള്ള ആരാധനയോ പ്രാർത്ഥനയോ കൂട്ടായ്മകളോ ഒന്നും ഇല്ലാതെ ആമേൻ ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു എല്ലാവരും. ആമേൻ. സൂം മീറ്റിംഗ്, ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മാത്രം കൂട്ടായ്മകൾ. എന്നെ ശ്രദ്ധിക്കണം എല്ലാവരും. ആമേൻ. നിങ്ങൾ അലക്ഷ്യമായി നിൽക്കുന്നത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. ആമേൻ. ഫേസ്ബുക്കിൽ കൂട്ടായ്മകൾ അല്ലെങ്കിൽ മൊബൈൽ കോൺഫറൻസ് കോൾ അങ്ങനെയൊക്കെ മാത്രം നമ്മൾ ഒതുങ്ങുകയായിരുന്നു. പക്ഷേ ദൈവം നമുക്ക് ഇപ്പോൾ അവസരങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ ട്രയൽ ഇന്ന് നടന്നുവെന്നാണ് ഞാൻ അറിഞ്ഞത്. 40 പേർക്ക് പരീക്ഷിച്ചു, വിജയകരമായി പൂർത്തിയായി. ഞാൻ വാർത്ത ഇവിടെ 3 പേര് എന്നോട് പറയാനിടയായി. നമുക്ക് സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ പറയാം. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു അടുത്ത 3-4 ആമേൻ ആഴ്ചക്കടുത്ത് തന്നെ നമ്മുടെ ആമേൻ കേരളം അല്ലെങ്കിൽ നമ്മുടെ ലോകം തിരിച്ച് ആമേൻ പഴയതുപോലെ തന്നെ വരുവാനിടയാണ്. നമ്മുടെ കൺവെൻഷനുകൾ, മീറ്റിങ്ങുകളെല്ലാം പഴയതുപോലെ വരും. അതിനൊക്കെ അപ്പുറം ആമേൻ ദൈവം ലോകത്തെ സന്ദർശിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. ദൈവസഭയെ മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്. ഒത്തിരി ആമേൻ ആളുകളെ ഇത് ബാധിച്ചു. ആമേൻ. വ്യവസായങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ, തിയേറ്ററുകൾ ഉൾപ്പെടെ ഇത് ബാധിക്കുവാനിടയായി. പക്ഷേ ആമേൻ ദൈവം പഴയതുപോലെ തന്നെ അല്ലെങ്കിൽ ലോകം പഴയതുപോലെ ആമേൻ ആ പഴയ അവസ്ഥയിലേക്ക് തിരികെ വരുവാൻ വേണ്ടി പോകുന്നു. അത് അറിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു. നമ്മൾ ഇതിനെയൊന്നും എതിർക്കുന്ന ടീം അല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് റിയാലിറ്റി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. പച്ചയായ മനുഷ്യൻ, അതാണ് ക്രൈസ്റ്റ് ജനറേഷൻ. നമ്മൾ പച്ചയായ മനുഷ്യനാണ്. ജീവിതത്തിൽ റിയാലിറ്റിയാണ്. അമിതമാകുന്ന ആത്മീയതയോ അമിതമാകുന്ന വിശുദ്ധിയോ ഒന്നും കാണിക്കില്ല. ആത്മീയത എന്റെ ഹൃദയത്തിലാണുള്ളത്. വേഷത്തിലും വേഷമില്ല വിധാനത്തിലും ഇപ്പൊ ഞങ്ങൾ ഏറി വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞ് കുറെ പേര് വിരിപ്പുണ്ട്. അങ്ങനെയുള്ളവരെയല്ല ക്രൈസ്റ്റ് ജനറേഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ടവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയുള്ളവരൊന്നും നമ്മുടെ ഇങ്ങനത്തെ കൂട്ടത്തിലൊന്നും വരത്തില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നില്ല. നമ്മൾ പരാജയപ്പെട്ട് ഒരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ജിതിൻ ഒരു സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തട്ടിപ്പറിച്ചു. ഞാനും ഇതുപോലെ ഒത്തിരി അവസ്ഥ അനുഭവിച്ചതാണ്. ആമേൻ. കാറിന്റെ ഡിക്കിക്കകത്ത് വരെ പത്തനംതിട്ട മീറ്റിങ്ങിന് പോയ ചരിത്രം എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയട്ടെ, ഇത് പരാജയപ്പെട്ടവരുടെ കൂട്ടമാണ്. ആമേൻ. പരാജയത്തിലൂടെ ആമേൻ വിജയത്തിലേക്ക് കുതിക്കുന്ന കൂട്ടമാണ്. എല്ലാ ശുശ്രൂഷകളും പരാജയത്തിലൂടെ വന്നിട്ടുള്ളൂ. 2021 കർത്താവിന്റെ ദാസന്റെ കാര്യങ്ങളിൽ ഞാൻ കറക്റ്റ് ടൈമിൽ കൊടുക്കും. അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ, അറിവ് ശുശ്രൂഷിക്കാൻ സമയം നമ്മൾ കൊടുക്കും. ആമേൻ. 2-3 പേരുടെ വരണമുണ്ട്. അവരുടെ വന്നിട്ട് നമുക്ക് കർത്താവിന്റെ ദാസന്റെ കാര്യങ്ങളിലേക്ക് സമയം കൊടുക്കാം. ആമേൻ. എങ്കിലും 2021 ഒരു വാഗ്ദത്ത വചനം, ക്രൈസ്തവരോടുള്ള ഒരു വാഗ്ദത്ത വചനം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് യോസേഫിന്റെ മേലുള്ള ഫലസൃഷ്ടിയുടെ അഭിഷേകം ആമേൻ ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരുടെ മേലും പകരുവാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ യോസേഫിന്റെ മേലുള്ള ഫലസൃഷ്ടിയുടെ അഭിഷേകം എല്ലാവരും ബ്ലെസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അനുഗ്രഹം മാത്രം വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിമിതിയുണ്ട്, കാലാവധിയുണ്ട്. പക്ഷെ അതിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിമിതിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. യോസേഫിന്റെ മേലുള്ള പ്രത്യേകത, യോസേഫിന്റെ മേൽ ഈ അനുഗ്രഹമല്ലായിരുന്നു, മറിച്ച് അതിന്റെ അഭിഷേകമായിരുന്നു.
നാട്ടിലെത്തിയപ്പോൾ മെയിൻ ആളായി മാറി. ഹല്ലേലൂയ. എവിടെ ചെന്നോ അവിടെ രാജാവാകുന്ന ഒരു അഭിഷേകമാണ് അവൻ ഈ യോസേഫിന്റെ മേൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫലത്തിന്റെ അഭിഷേകം ഈ കാലഘട്ടത്തിൽ ദൈവം ക്രൈസ്റ്റ് ജനറേഷനെ വെക്കുകയാണ്. എന്ന് വെച്ചാൽ യോസേഫിന്റെ പ്രത്യേകത പരാജയത്തിലൂടെ വിജയത്തിൽ വന്ന ഒരാളാണ്. അവൻ ക്രൈസ്റ്റ് ജനറേഷന്റെ പ്രത്യേകത പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കുതിക്കുന്നവരാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എല്ലാവരും 2022 ഇതേ സമയം ഇവിടെ വരണം. ഞാൻ പ്രവചനാത്മാവിൽ പറയാം, ആമേൻ. സാഹചര്യമെല്ലാം അനുകൂലം അല്ലെങ്കിലും കൊറോണയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കാമായിരിക്കാം, അവൻ ഭയമാകുന്ന പ്രശ്നങ്ങൾ ലോകത്തിൽ വരാം. പക്ഷേ അതൊന്നും ദൈവസഭയെ തൊടത്തില്ല. ദൈവസഭ വളരും, ദൈവസഭ വളർത്തും. ഫലപുഷ്ടിയുടെ അഭിഷേകം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫലപുഷ്ടിയുടെ അഭിഷേകം. പ്രിയമുള്ളവരെ, അവൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് അഭിഷേകമാണ് വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. ഒരു രോഗശാന്തിക്കപ്പുറം, ഒരു പ്രവചനത്തിനപ്പുറം, ഒരു ശുശ്രൂഷകൾക്കപ്പുറം അഭിഷേകം നിങ്ങളുണ്ടെങ്കിൽ അവൻ സാഹചര്യങ്ങളെ മറികടക്കുന്ന, സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുന്ന, എല്ലാവരും അവൻ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു അഭിഷേകം. സാഹചര്യങ്ങളെ അവൻ നിന്റെ കടഭാരത്തെ ഓവർകം ചെയ്യണം, കടഭാരത്തെ ഓവർകം ചെയ്യണം, ആ രോഗത്തെ ഓവർകം ചെയ്യണം. അവൻ മോനെ, ഇതൊക്കെ പറയുന്നത് എളുപ്പം അല്ലേ? പറയുന്നത് എളുപ്പം. വർധനം വരുന്നതും രോഗസൗഖ്യം ഉണ്ടാകുന്നതും സാമ്പത്തികത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നതൊക്കെ പറയാൻ എളുപ്പം. കാശിന് കാശിനെ വേണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, കാശല്ല പ്രധാനം, അഭിഷേകമാണ് പ്രധാനം. അഭിഷേകം ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ പറ, ആമേൻ പറ. പറയാ, 5ന്റെ പൈസ ഇല്ലാതാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് തുടങ്ങിയത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തന്നെ ഇത് 5ന്റെ പൈസ ഇല്ലാതെ തുടങ്ങിയതാണെന്ന് നിങ്ങൾ വിചാരിക്കുമോ? ഏകദേശം ഒരു 5000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇത്രയൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം, ഇതെല്ലാം വിശ്വാസത്തിന്റെ കാൽവെപ്പാണ്. വിശ്വാസത്തിന്റെ കാൽവെപ്പാണ്. അവൻ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എന്റെ സ്പിരിച്വൽ ഫാദർ ലൈവിൽ പറയുന്നത് കേട്ടു, കർണദാസൻ കേട്ടത് എനിക്ക് തോന്നുന്നു. ഈ ബാങ്കിന്റെ ബാലൻസ് ഉള്ളത് കൊണ്ടോ, അവൻ ഏതെങ്കിലും ഒരു സെൻട്രൽ പാസിന് മുമ്പിൽ നിൽക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങളുടെ മിനിസ്ട്രി മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു, മോനെ നീ അവിടെ തുടങ്ങിയാൽ അടിസ്ഥാനമില്ലാതെ എങ്ങനെയാ തുടങ്ങുന്നത്? അടിസ്ഥാനമില്ലല്ലോ, ടെക്നോളജിക്ക് ഒരു അടിസ്ഥാനമില്ലാതെ എങ്ങനെ ഇതിന് മുന്നോട്ട് പോകുന്നത്? അടിസ്ഥാനമല്ല വേണ്ടത്, അഭിഷേകമാണ് വേണ്ടത്. നീ അടിസ്ഥാനം നോക്കിക്കൊണ്ടിരുന്നോ? പക്ഷെ ഞങ്ങൾ നോക്കുന്നത് അഭിഷേകമാണ്. ഈ അഗരോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, അവൻ വടി വെട്ടി, ഉണക്കവടി വെട്ടി എന്ത് ചെയ്യണം? അവൻ വിശുദ്ധ സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. അവൻ എന്റെ തിരഞ്ഞെടുപ്പ് വീണവന്റെ അവൻ വടി തകർക്കും. അവൻ വേറിറങ്ങണ്ട, വേറിറങ്ങേണ്ട ആവശ്യമില്ല. ഇവരെല്ലാവരും വേറിറങ്ങിയാലേ അവൻ തളുപ്പ് നടക്കും, വളർച്ച നടക്കും വിചാരിച്ചിരിക്കുന്നത്. വേരില്ലല്ലോ, അഭിഷേകം ഉള്ളവന്റെ വടി തകർക്കും. വേര് വേണ്ട, മണ്ണ് വേണ്ട, കാലാവസ്ഥ അനുകൂലമാകേണ്ട, സൂര്യൻ വേണ്ട. ഈ ഒരു വൃക്ഷം വളരെ സൂര്യൻ വേണമെന്ന് എല്ലാവരും പറയുന്നത് അല്ലേ? ബയോളജി, ഞാനൊരു ബയോളജിസ്റ്റുണ്ട്. എല്ലാവരും പറയുമ്പോൾ വിചാരിക്കും ഞാൻ അഗ്രികൾച്ചറൊക്കെ പഠിച്ചത് കേട്ടോ, +1 പഠിച്ചത്. ഈ പഠിത്തമൊന്നും പഠിക്കാത്തത് കൊണ്ട് ഇവിടെ വന്നതല്ല. ചിലർ വിചാരിക്കുന്നത് പഠിത്തമൊന്നും അറിയാത്തതുകൊണ്ട് ജോലിക്ക് പോകാൻ അറിയാത്തത് കൊണ്ട് ഈ ഇൻഷത്ത് ചെയ്ത് ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അതൊന്നുമല്ല. അവിടെ വേണമെങ്കിൽ ഡ്രൈവിംഗ് വരെ ഞാൻ വേണമെങ്കിൽ എനിക്ക് വണ്ടി ഓടിച്ച് ജീവിക്കാം. പക്ഷെ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ തുണി പിടിച്ച് നിൽക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം അഭിഷേകം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതിനകത്തൊരു സുഖമുണ്ട്. ഹല്ലേലൂയ. ഈ സുഖമുള്ളത്, ഇതിനകത്ത് സുഖം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഹല്ലേലൂയ. ഈ മിനിസ്ട്രി അല്ലെങ്കിൽ മെസ്സേജ്, ഈ ഒരു ആത്മീക തലത്തിലുള്ള ആ ഒരു ഫീലിംഗ് മറ്റൊരു ജോബിൽ എനിക്ക് തരാൻ സാധിക്കുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഞാന് ഈ നമ്മള് ബയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ സുവോളജി പഠിച്ച ടീച്ചർ എന്നോട് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു വൃക്ഷം വളരണമെങ്കിൽ എന്ത് വേണം? സൂര്യന്റെ വെളിച്ചം വേണം അല്ലേ? കാരണം സൂര്യന്റെ വെളിച്ചമില്ലാതെ, അവൻ വേരില്ലാതെ, അവൻ മണ്ണില്ലാതെ ഒരു
ഒരുവന്റെ വഴി തളർക്കുകയാണ്. എന്താ കാരണം? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വെളിപ്പെടുന്ന സീസണിലാണ് നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ വഴി തളർന്നു. നിന്റെ വഴി തളർന്നു. അവൻ ദൈവത്തിന്റെ സീസണിലാണ് നിൽക്കുന്നതെങ്കിൽ, അപ്പൊ ദൈവത്തിന്റെ സീസൺ ആകുമ്പോൾ നമ്മൾ പരിമിതികൾ ഇടാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. ഇവിടെ ഞങ്ങള് ആമേൻ ഒത്തിരി ആളുകളെ പ്രതീക്ഷിച്ചല്ല ഈ മീറ്റിംഗ് നടത്തുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും ശുശ്രൂഷകരാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആമേൻ. എന്റെ കൂടെ നിൽക്കുന്ന ഏകദേശം 6ഓളം വ്യക്തികളുണ്ട്. അവൻ പല പല കാര്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിൽ പോകുന്നു. ഈ മീറ്റിംഗ് വൈകിട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മെമ്പേഴ്സ് എല്ലാം കടന്നു വരുമെന്ന് അവൻ ഇപ്പോൾ കൂടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ കർത്താവിന്റെ ദാസൻ ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഈ മെസ്സേജ് തീർക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവൻ പിള്ളേരെല്ലാം കടന്നു വരും. അവൻ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് അഭിഷേകത്തിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വിചാരിക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നവരും ഈ മീറ്റിംഗിൽ ഇവിടെ വന്ന് കൈയൊടുക്കുകയും അനുഭവപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെ മേൽ അഭിഷേകം വെളിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ നാളെയുടെ നാളെ നിങ്ങൾ അവൻ ലോകരാജ്യങ്ങളുടെ പ്രവാചകനായി മാറണം, പ്രവാചകനായി മാറണം. നിങ്ങൾ കേട്ടില്ല, നാളെയുടെ നാളെ ഫെബ്രുവരി മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കേണ്ടത് എന്റെ കൂടെയുള്ള എന്റെ പെങ്ങള്, എന്റെ ഭാര്യ, എന്റെ സഹോദരന്മാർ, എന്റെ സഹോദരിമാർ, എന്റെ മാതാപിതാക്കന്മാർ ഈ സുവിശേഷത്തിന്റെ വാക്കായി ലോകരാജ്യങ്ങളിൽ പ്രവേശിക്കണമെന്ന് അതിന് വേണ്ടത് പ്രിയമുള്ളവരെ അഭിഷേകമാണ് വേണ്ടത്. അതിന് വേണ്ടത് ആത്മഭാരമാണ് വേണ്ടത്. ഈ ദിവസങ്ങളിൽ ആത്മഭാരത്തോടു കൂടി അഭിഷേകത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അവൻ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. മോനെ ഈ കീബോർഡ് വായിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. യേശുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നാണ്. യേശുവിന്റെ നാമത്തിൽ ഇത്രയും നേരം നമ്മൾ കർത്താവിന്റെ ദാസന്റെ കരങ്ങളിലേക്ക് നമ്മൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഒരു നിമിഷം എല്ലാവരും കാര്യം ഓടിച്ചു. യേശുവിന്റെ നാമത്തിൽ നന്ദി കേട്ടായി നീ
സാന്നിധ്യം ഇതിനെ ചലിക്കണം. കർത്താവിന്റെ ദാസനെ അസാധാരണമായ നിലയിൽ ദൈവദാസനെ ദൈവാത്മാവ് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകളാൽ യേശുവിൻ നാമത്തിൽ എല്ലാവരും ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. അവൻ കർത്താവിന്റെ ദാസൻ ശ്യാമാലു ദൈവദാസൻ തുടർന്നുള്ള ദിവസത്തോട് ദൈവവചനം സംസാരിക്കുവാൻ വേണ്ടി പോകുന്നു. ശ്യാമാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ അലിയൻ്റെ അനുജൻ ശിബുചാനുമായിട്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് ഫ്രണ്ടാണ്. ഇപ്പോഴും അവരെ കുട്ടിക്കാലം മുതലേ അത് സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ അതിനുശേഷം ഈ ലോക്ക്ഡൗണിൻ്റെ ആരംഭത്തിൽ 2019 അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹവുമായിട്ട് അനേക മീറ്റിങ്ങുകൾ കൂടുവാൻ ഭാഗ്യം ഒരുക്കി. ഞാനവരുടെ വളരെ നല്ലൊരു ആത്മബന്ധം പുലർത്തുവാൻ കർത്താവിന്റെ ദാസന് കഴിഞ്ഞു. പല മീറ്റിങ്ങുകളിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ഓർത്തിരിക്കുന്ന ഞാനെന്താ അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ വിചാരിക്കട്ടെ, ഈ മാസം ലാസ്റ്റ് അവസാനത്തെ സൺഡേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നു. കർത്താവിദാസ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവൻ അതുകൂടെ പറഞ്ഞ് ഞാൻ കർത്താവിദാസിന്റെ കണ്ണിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അവൻ നമുക്ക് എല്ലാവർക്കും കരമടിച്ച് കർത്താവിദാസിനെ ക്ഷണിക്കാം. അതുപോലെ കരങ്ങളെ ദൈവത്തിന്റെ നാമം അവൻ ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം തന്ന ഈ നല്ല അവസരത്തിലൂടെ കർത്താവിനെ നിങ്ങളോട് സ്തുതിക്കുന്നു. അവനെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ പ്രിയ ശക്തൻ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ എനിക്ക് പരിചിതമായ ഉണ്ട്. അതുപോലെ തന്നെ ജിതിമായ സ്തുതിക്കുകയാണ്. കഥാവിന്റെ വിശുദ്ധദാസൻ വിളിപ്പിച്ച നാൾ മുതൽ വളരെ നല്ലൊരു ആത്മീക ബന്ധം ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുവാൻ ചെയ്യേണ്ട സഹായിച്ചു. ഒത്തിരി വേദികളിൽ താൻ നേതൃത്വം കൊടുക്കുന്ന മൊബൈൽ പ്രയർ കോൺഫറൻസിൽ ഒത്തിരി പേട്ടോ ഏകദേശം 5-6 തവണ അതിൽ കടന്നു ചെന്ന് സൂക്ഷിക്കുവാൻ ദൈവനായ ദൈവമായും വേടിക്കുന്നു. അനക്ക് പകൽക്കാലം ദൈവം അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അങ്ങനെ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. നിങ്ങളെത്ര പേരത് വിശ്വസിക്കുന്നത്? ശബ്ദത്തോടെ ഇന്ന് പകൽക്കാലം ദൈവം അവന്റെ മഹത്വം ഇവിടെ വെളിപ്പെടുത്താൻ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തെ അവനിവിടെ വെളിപ്പെടുത്താൻ പോകും. ഈ പേര് കണ്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. മഹത്വത്തിന്റെ കൂടാരം. അവൻ ഈ പേരിന്റെ പുറകിൽ അവൻ ഒരു ഉദ്ദേശമുണ്ട്. അതിൽ വെറുതെ ഒരു ദിവസം എഴുന്നേറ്റിരുന്ന അഭിഷേകത്തെ ഈ പേരെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുറിയിൽ അവൻ തനിക്കുണ്ടായ ഒരു സ്പെഷ്യൽ അവൻ എക്സ്പീരിയൻസിനകത്ത് നിന്നാണ് ഈ പേര് വന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളെ ലൈവിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർമ്മ കർത്താവിൽ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിഷേകം പറഞ്ഞ ഒരു പദം അവൻ എന്നെ ചിന്തിപ്പിച്ച ഒരു പദമാണ്. ഹല്ലേലൂയ. അഭിഷേകം ഉണ്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ഞാൻ വളരും. പക്ഷെ അതിനകത്ത് ഒരു പടിയിൽ കയറുമെന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ ഈ പേരിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിരിക്കുകയാണ്. അവൻ അഭിഷേകം
യേശുവും ഏലിയാവും മോശയും 3 പേർ വേറെ ഭാഗത്ത് നിൽക്കുന്നു, 3 പേർ വേറെ ഭാഗത്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ പത്രോസ് നോക്കിയപ്പോൾ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ മഹത്വം കൊണ്ട് പർവ്വതം നിറഞ്ഞു നിൽക്കുകയാണ്. അതിനകത്തേക്ക് പത്രോസ് ഓടിച്ചെന്ന് കയറിയപ്പോൾ അവർക്കാരുടെ കാഴ്ച യേശുവോട് നിൽക്കുന്നു, അവൻ മോശയോട് നിൽക്കുന്നു, അവൻ ഏലിയാവിനടുത്ത് നിൽക്കുന്നു. അവൻ എടുത്ത് പറയുകയാണ്, അവൻ കർത്താവേ നമുക്കൊന്ന് പോകണ്ട, നമുക്ക് ഒരു കൂടാരം ഉണ്ടാക്കാം, ഞാൻ ഒരു കൂടാരം ഉണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. ചോദ്യമില്ല, പത്രോസേ നിന്നോട് ആര് പറഞ്ഞു മോശയാണെന്നും ഇത് ഏലിയാവാണെന്നും നിന്നോട് ആര് പറഞ്ഞു? പത്രോസ് എന്നോട് പറഞ്ഞതാണ്, കുഞ്ഞെ ഞാൻ മഹത്വത്തിനകത്തേക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ ജീവിതം തിരിഞ്ഞിട്ടുണ്ട്, പത്രോസിന്റെ ജീവിതം തിരിഞ്ഞിട്ടുണ്ട്, യാക്കോബിന്റെ ജീവിതം തിരിഞ്ഞിട്ടുണ്ട്, യോഹന്നാന്റെ ജീവിതവും തിരിഞ്ഞിട്ടുണ്ട്. മഹത്വന്മാരുടെ ഒക്കെ മുമ്പിൽ വെളിപ്പെട്ടിട്ടുണ്ടോ? അവരുടെ ജീവിതം ടോട്ടലി മാറുവാൻ തക്കമവിടെയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് പകൽക്കാലങ്ങളുടെ മഹത്വം നിറയുമ്പോൾ ആളുകളുടെ സ്ഥിതിഗതികളെ ആളുകളായി എനിക്കറിയാം. ഞാൻ ഏകദേശം എന്റെ +2 കാലഘട്ടം മുതലാണ് എന്റെ സുഹൃത്തുക്കളുടെ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന സുഹൃത്തിന്റെ ഷിബുവിന്റെ വീട്ടിൽ അവരെ കടന്നു ചെല്ലുമ്പോഴെല്ലാം എങ്ങനെയെങ്കിലും അഭിഷേകത്തെ കാണുവാനിടയാകും. അത് പോകുന്ന സമയത്തെല്ലാം ഞങ്ങളെ കാണും. അന്നുപോലുള്ള പരിചയമാണ്. പക്ഷെ ഒരുമിച്ച് ശുശ്രൂഷാത്മക ക്ലാസ്സുകളൊന്നും നിന്നിട്ടില്ല. പക്ഷെ 2019 അവസാന ഭാഗത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് അന്ന് കഴിഞ്ഞ ആഴ്ച വളർന്നുപോയ അതിന്റെ വീട്ടിൽ അവർ 3 ദിവസം കൺവെൻഷൻ വെച്ചു. ആ 3 ദിവസം കൺവെൻഷൻ വെച്ചതിൽ ആ വൈകിട്ടത്തെ സമയത്ത് അവൻ അഭിഷക്തൻ അവൻ ശുശ്രൂഷിക്കുകയും രാവിലെ സെക്ഷനിൽ ഞാൻ ശുശ്രൂഷിക്കാൻ കടന്നു ചെന്നത്. അത് അന്ന് പറഞ്ഞ അത് ഞാൻ ഓർക്കുകയാണ്. അവൻ അന്ന് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന് ഇടപെട്ട് പ്രോസ്പെരിറ്റിയെ പറ്റി പ്രസംഗിക്കുക. അല്ലെങ്കിൽ ഞാൻ പ്രോസ്പെരിറ്റിയെ പറ്റി പ്രസംഗിച്ചു. അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയെ പറ്റി പ്രസംഗിച്ചിട്ട് ഞാൻ ദൂത് പറഞ്ഞു. ഞാനൊരു ദൂത് പറഞ്ഞത് ഇങ്ങനെയാണ്, അഭിഷക്തരെ നിങ്ങളുടെ കരങ്ങളിൽ ഒരു 4 വീലർ വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ലോക്ക്ഡൌണായപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ കാണിക്കുന്നത് പേര് കൂട്ടാൻ വേണ്ടി ഒന്നുമല്ല പറയുന്നത്. ഈ ദൂതൊക്കെ ഞാൻ മറന്നുപോയതാ. പക്ഷെ എന്റെ കണ്ണിൽ കണ്ടപ്പോൾ ഞാൻ ആത്മാവിൽ സന്തോഷിച്ചു. നിങ്ങളിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ ദൂത് പറഞ്ഞിട്ടുണ്ടോ? നടക്കുക തന്നെ ചെയ്യും. ശക്തന്മാരുടെ നാവിൽ നിന്ന് ഒരു പദം ജീവിതത്തെ തിരിക്കുവാൻ ഒരു ചെറിയ ചിന്ത അവൻ നിങ്ങളുമായി കൈമാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവ് ഇഷ്ടപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ ഒരു ശബ്ദമുയർത്തി വായിക്കണമേ എന്ന് കർത്താവിനെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. യോഹന്നാൻ 10-ന്റെ 10-ഉം 11-ഉം. അവർക്ക് ജീവനുണ്ടാകുവാൻ സമൃദ്ധിയായി ഉണ്ടാകുവാൻ
നല്ല ഇടയനാകുന്നു. ആ, ജീവനെ കൊടുക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരുന്നു ഇന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ദൈവം ഒരു അത്ഭുതം ചെയ്യും. അത്ഭുതവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം ദൈവം ചെയ്യും. പലർ ചോദിക്കുന്നില്ല എങ്ങനെ സംഭവിച്ചു. പക്ഷേ ഇത് അനുഭവിച്ചവർ പറയും ബഹുത്വത്തിനകത്തേക്ക്
കൂടാരത്തിനകത്തേക്ക് കയറിയപ്പോൾ ഈ അത്ഭുതം സംഭവിച്ചുവെന്ന് നാളെ അവൻ ലോകജനം വിളിച്ചു. ഇതുകൊണ്ട് ഒതുങ്ങത്തില്ല, അവൻ ഇതിനെ തമ്പുരാൻ വളർത്തുക. ആവേശത്തിന്റെ പുറത്ത് വിളിച്ചു പറയുന്ന ഒരു പദമല്ല. നാളത്തെ അവൻ പുലരുന്നത് എന്ന് പറയുന്ന അഭിഷേകദാസന്റെ അവൻ പേര് തക്കലിൽ അവൻ എഴുതിക്കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര നേരം അവനെ കൂതിരാമൻ പറയുവാൻ തയ്യാറാണ്. അവൻ വീണവനെ, തോറ്റവനെ, പരാജയപ്പെട്ടവനെ ബുദ്ധിനോയിക്കുവാൻ പലരുമുണ്ട്. പക്ഷെ വീണവനെയും പരാജയപ്പെട്ടവനെയും മാറോട് ചേർക്കുന്നവനായി എന്റെ ദൈവം സ്ത്രീയെ ലോകം കൊല്ലുവാൻ വേണ്ടി പ്രായം പദ്ധതികൾ ഒരുക്കിയിട്ടും അരിമനാഥന്റെ മുമ്പിലൂടെ കടന്നു വന്നപ്പോൾ അരിമനാഥൻ അവളെ തള്ളിക്കളഞ്ഞില്ല. അവളെ പ്രവേശിക്കുവാൻ വേണ്ടി ഒരു ഫ്രീ എൻട്രി അവർക്ക് വേണ്ടി കൊടുത്തു. അടൂരിനെ എത്ര പേർ വേണമെങ്കിലും പരിഹസിച്ചോട്ടെ, എത്ര പേർ വേണമെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ. പക്ഷേ ഞാനൊരു ഊത് പറയാം, എത്ര കുറ്റം പറയുമോ, എത്ര നിന്നെ പറ്റി ആരെ അപമാനിക്കുമോ, അവൻ പെൺ മടങ്ങ് നിനക്ക് ദൈവം അനുഗ്രഹം. വീണവനെ നോക്കി പരിഹസിക്കുമ്പോൾ ആരും അറിയാതെ അവനവരുടെ പ്രാർത്ഥന പോയി വീഴും. എല്ലാവരും പരിഹസിക്കും, എല്ലാവരും കുറ്റം പറയും. വീഴ്ച വീണുപോയി. പക്ഷെ ആരും അറിയാതെ അവൻ കൊടുക്കുന്നൊരു വിലയുണ്ട്. അപ്പനും അമ്മയ്ക്കും വേണ്ട ദാവീദിനെ തള്ളപ്പെട്ട് കിടക്കുന്നവനാ. ആർക്കും വേണ്ട അവനെ. സഹോദരങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ട. ഒരു ക്വാളിഫിക്കേഷൻ പറയാനില്ല. ഒരു സഹോദരങ്ങളെ നിറമോ പണ്ടമോ പൊക്കമോ സുഖമോ ഒന്നും ഇല്ലാത്ത ഒരുവൻ അവസാനം ഗതികെട്ടിട്ട് അപ്പനൊരു കാര്യം ചെയ്ത് നീ ആളുകൾ അറിയിക്കണമെന്ന് പറഞ്ഞു വിട്ടു. ആർക്കും വേണ്ട അവനെ. പക്ഷെ ദൈവത്തിന് അവനെയാ വേണ്ടത്. ദൈവത്തിന് ദാവീദിനെയാ വേണ്ടത്. അവനെ ചേട്ടന്മാരെ ദൈവത്തിന് വേണ്ട. അവനെ ചിലപ്പോൾ ശൗലിന് വേണമെന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയും ശൗലിന് ആരെ ഉടമണിക്കാരല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ ഈ രാജ്യത്തെ ഭരിക്കുവാൻ വേണ്ടിയാണ്. ഈ പദത്തിനകത്ത് ഞാൻ ഒരു അഭിഷേകത്തെ പട്ടണത്തിൽ നിലവിളിക്കുന്നുണ്ട്. ഞാൻ ആത്മാവ് വിളിച്ചു പറയുന്നു, മഹത്വം വെളിപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ചിലതിനെ സെൻസ് ചെയ്ത് അവരുടെ അടുക്കിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഞാൻ ഓർക്കുന്നു, അത് കണ്ടത് ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഒരു ശുശ്രൂഷകനാണ്. അങ്ങനെ ശുശ്രൂഷകർ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനാണോ അല്ലാത്തവനാണോ എന്ന് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കുന്ന പരിപാടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളായിട്ടല്ല ഞാൻ പറയാം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുന്നവരെ
അഭിഷേകം നടക്കുന്ന ഒരു മലയാളം ഞാൻ പറയാം, മഹത്വകരമായ രൂപാന്തരം പ്രാപിക്കുന്ന ഈ പദം കേൾക്കുമ്പോൾ ചിലരൊക്കെ പേടിക്കും, ചിലരൊക്കെ ഭയപ്പെടും. ചിലർ പറഞ്ഞപ്പോൾ 2-3 പേര് എന്നോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കുന്നത്, മരിച്ചു കഴിഞ്ഞല്ലേ രൂപാന്തരപ്പെടാൻ പറ്റത്തുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു, ഈ രൂപാന്തരപ്പെടും മരിക്കണമെന്നൊന്നും നിയമമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവരുടെ ചിന്താഗതികൾ, അവരുടെ കാഴ്ചപ്പാട് ഞാൻ പറയാം. അവർ രൂപാന്തരം എന്ന് വിശ്വസിക്കുന്നത് അവ എടുക്കപ്പെടുന്നതിനെയാണ് അവർ രൂപാന്തരം എന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്നലെ വരെയും പഠിച്ചു വെച്ചിരിക്കുന്നത്, കണ്ടുവച്ചിരിക്കുന്ന ഒരു കാര്യമല്ല എടുക്കപ്പെടുന്നതിനെ രൂപാന്തരം എന്ന് പറയുന്നത്. പല വ്യത്യാസമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. എടുക്കപ്പെടുക, രൂപാന്തരപ്പെടുക, രണ്ട് പദമാണ്. ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന് പറയും, പിന്നെ അത് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയും. 2 പദമാണ്, 2 വ്യത്യസ്ത പദങ്ങളാണ്. അപ്പോൾ രൂപാന്തരപ്പെടുവാൻ മരിക്കണമെന്ന് നിശ്ചയമില്ല. മരിച്ചു കഴിഞ്ഞാൽ രൂപാന്തരപ്പെടുത്തുള്ളൂ എന്നൊന്നും ചിന്തിച്ചിരിക്കണ്ട. ഞാൻ പറയാം, നീ ഇന്ന് വിശ്വസിച്ചാൽ ഇന്ന് നിന്റെ സ്ഥിതിഗതികൾ രൂപാന്തരപ്പെടും. മനസ്സിലായില്ല എന്നിരിക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മുമ്പിൽ വരുന്ന ഒരു തലമുറ മഹത്വത്തിൽ കുളിച്ചു നിൽക്കുന്ന, മഹത്വത്തിൽ കുളിച്ചു നിൽക്കുന്ന, രൂപാന്തരപ്പെട്ടു നിൽക്കുന്ന ഒരു തലമുറയാണ്. ആ തലമുറകൾ അവൻ നടക്കുമ്പോൾ തന്നെ അവരോടികൾ സൗഖ്യമായി മാറും. എന്താ അഭിഷക്തനെ ഇങ്ങനെ പറയാനുള്ള കാരണം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരിക്കൽ ഒരുവൻ ഈ മഹത്വത്തിനകത്തേക്ക് ചാടിക്കേറിപ്പോയി. ഇന്നത്തെ എല്ലാം ശുശ്രൂഷയെ ആരംഭിച്ചപ്പോൾ അവൻ ചുമ്മാ തെരുവിലൂടെ നടന്നതേ ഉള്ളൂ. അവനെ സൗഖ്യം പ്രാപിച്ചു. ചില നിമിഷത്തിന് വേണ്ടി അവരെ മഹത്വത്തിനകത്തേക്ക് കയറിയപ്പോൾ അവന്റെ ജീവിതം തിരിഞ്ഞത് കണ്ടോ? അവന്റെ ജീവിതം തിരിഞ്ഞത് കണ്ടോ? അവൻ കുറച്ചു നേരത്തേക്ക് വേണ്ടി അഭിഷേകത്തിന് കയറിയുള്ളൂ. ആ സാധനത്തിനകത്തേക്ക്, ആ മഹത്വത്തിനകത്തേക്ക് ഞാൻ പറയാം, 24/7 നീ ആ മഹത്വം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് പറയാൻ നിൽക്കണ്ട, നീ ചുമ്മാ നിന്നാ മതി. 10 കിലോമീറ്റർ അടുത്ത് പോയി സാധനം കഴിക്കാൻ പറ്റില്ല. ചുമ്മാ പറയുന്നത് പറയുന്നത് ദൈവദാസന്റെ അടുക്കലുന്നു ഒരു പിശാച് കൊടുത്തു വരുന്നില്ല. അങ്ങനെ കാണുമ്പോഴേ നാലറുവാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്: ഞാൻ ആ ദൈവസ്ഥാനത്തിനകത്തേക്ക് കുളിക്കുകയാണ്. പസകൾസിന്റെ കോൺഫറൻസുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ആ സ്ഥാനത്തിനകത്തേക്ക് കുളിക്കുകയാണ്. അദ്ദേഹം ഒരു ക്രൂസൈഡിന് വേണ്ടി പോകുന്നതിന് മുമ്പേ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥന വഴി ലഭിക്കും. പ്രാർത്ഥിക്കുന്ന പദമുണ്ട്, ദൈവം എത്ര ക്രൗഡ് വരുന്നതിന് അറിയില്ല, പക്ഷെ ഈ ക്രൗഡ് വരുന്നതിനേക്കാൾ 10 മടങ്ങ് ദൂരെ വരെ ഈ സാന്നിധ്യമാണ് സഞ്ചരിക്കണമെന്ന്. ആ സെൻസിലേക്ക് അവരുടെ ക്രൂസൈഡിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വരികയാണെങ്കിൽ അവൻ വരുന്നത് ചിലപ്പോൾ കാലില്ലാതെ ആയിരിക്കും വരുന്നത്. തിരിച്ചു പോകുമ്പോൾ 2 കാലോട് കൂടി. നിങ്ങളത് വിശ്വസിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാനിത് അവൻ കടകഴിയുമാണ് ഞാൻ പറയുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് പോയി. ഒരു വ്യക്തി, അവൻ അദ്ദേഹത്തിന് കാലില്ല, കാലുകളില്ലാത്ത മനുഷ്യൻ, അവൻ നാളുകളായി പ്രാർത്ഥിച്ചു. അവൻ ശുശ്രൂഷകരെന്ന ഞാൻ ഇപ്പോൾ കേട്ടത്. തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ, അവൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് കാല് മുളച്ചു വന്നെന്ന്. അഭിഷക്തന്മാർ മണിക്കൂറുകൾ ഈ ദൈവസ്ഥാനത്തിനകത്ത് കുളിച്ചിറങ്ങി വന്ന് നിൽക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഇന്ത്യക്കകത്ത് ഇതുപോലുള്ള അഭിഷക്തന്മാരുടെ
അറക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞ് അവരെ ഒരു കുമ്പത്തിൽ ഉപയോഗിച്ചിരിക്കുക. ഇന്ന് അവനെ ചവിട്ടി നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസം ഇന്ന് നമ്മൾ അവനെ ചവിട്ടി താഴ്ത്തി അവനെ ചവിട്ടി മെതിക്കാൻ പോവുകയാണ്. അതിനെ നമ്മൾ അവനെ മെതിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ജനറേഷൻ എഴുന്നേൽക്കും തന്നെ ഇതിനെ പേടിക്കാത്തൊരു ജനറേഷൻ. കഴിഞ്ഞ നാളുകളിൽ അവൻ ഒത്തിരി വേദികളിൽ നിൽക്കൊണ്ടപ്പോൾ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ പലയിടങ്ങളിലും ഞാൻ ചെല്ലുകൊണ്ട് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അത് പലയിടങ്ങളിലും ചില ആളുകൾക്ക് ഭൂതോപദ്രവത്താൽ ഭാരപ്പെട്ട് വരുന്നവർ ഞാൻ കാണുന്നുണ്ട്. അവർ ഭൂതോപദ്രവത്താലൊക്കെ ഭാരപ്പെട്ട് വന്നവരുടെ മേലുള്ള ഭൂതം ഇങ്ങനെ ഇളകി നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ചർച്ചിലുള്ള പല മാസമാർക്ക് അടുക്കാൻ പേടിയാണ്, പല മാസമാർക്ക് അടുക്കാൻ പേടിയാണ്, തൊടാൻ പേടിയാണ്. ഞാൻ ചോദിക്കാറുണ്ട്, എന്താ പാസ്റ്റർ നിങ്ങൾ ഇതിനെ ഭയക്കുന്നത്, എന്താ നിങ്ങൾ ഇതിനെ പേടിക്കുന്നത്? അവർ പറയുന്നത് എന്നെ വെച്ച് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനോട് കരുതിയില്ല. So sorry to say this. പ്രിയമുള്ളവരെ, നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുമ്പോൾ, ഒരു ഡാൻസിന് വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാഗൽഭ്യത്തോടെ നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കും. വെറുതെ 10 ആളെ കൊണ്ടുപോകുന്നത് മാത്രമല്ല, യുദ്ധം ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ വരുന്ന ഇതുപോലെയുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കണ്ടിട്ട് മാറി. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ജീവൻ കൊടുക്കുവാൻ വേണ്ടി, ജീവൻ കൊടുക്കുവാൻ വേണ്ടി. ഒത്തിരി ഭവനങ്ങൾക്കകത്ത് വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരു പദമാണ്, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പദമാണ് മരണം എന്ന് പറയുന്നത്. മരണത്തിന്റെ ഭീതി മനുഷ്യരെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. 2020 ലോകജനമെല്ലാം മരണത്തെ ഭയപ്പെട്ട് വീടിനകത്ത് ഒതുങ്ങിക്കൂടി. എല്ലാ മനുഷ്യരും മരണത്തെ ഭയന്നുകൊണ്ട് വീടിനകത്ത് ഒതുങ്ങിക്കൂടി നിലവിളിച്ചു. പല ആളുകളും കരഞ്ഞുകൊണ്ട് ഇറ്റലിയിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ അവരുടെ പറയുന്നത് ഞങ്ങൾക്ക് പേടിയാവുകയാണ് ആംബുലൻസ് വരുമ്പോൾ. ഞാൻ ഈ പദത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അവർ പറയുന്ന ആ വാക്കുകളെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ണീര് പറയുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, മനുഷ്യനെ മരണത്തിന് വല്ലാതെ അകറ്റും, പരിഹാരമില്ലേ? ഞാൻ ഈ പദവുമായി എന്റെ പ്രാർത്ഥന മുറിയിൽ കയറിയത്. നീണ്ട നാളുകൾ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം എന്നെ ഒരു പദവുമായി കൂട്ടിമുട്ടിപ്പിച്ചു. ആ പദത്തിന്റെ പേരാണ് ജീവൻ. എത്ര പേർ ജീവനെ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ അങ്ങനെ ചോദിക്കാം, എത്ര പേർ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? പക്ഷെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വേറെ ചിലർ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയത്തില്ല, അവർക്ക് മരിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കടം മേടിച്ചവരാണ്. ഒത്തിരി കടമുള്ളവർ അവർ പറയുന്നത് എങ്ങനെയും മരിച്ചെങ്കിൽ അവർ ആത്മഹത്യ പോലെ ചെയ്യുന്നില്ല. ചില ആൾക്കാർ ആത്മഹത്യ ചെയ്തില്ല, ആത്മഹത്യ ചെയ്തില്ല. ക്ലവറായിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് സ്വാഭാവിക മരണം കിട്ടിയതിന് കൊള്ളാമായിരുന്നു. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് സീക്രട്ട് ഒന്നേ ഉള്ളൂ. കടം മേടിച്ചൊരു സ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടം ക്ഷമിക്കപ്പെടും. ഇനി ഇവർ എത്ര മേടിച്ചോ തിരിച്ചു കൊടുക്കണം. എനിക്കൊന്നും നിങ്ങൾ ആരും ലോൺ എടുത്തിട്ടില്ല. വണ്ടിക്ക് ലോൺ എടുത്തിട്ടില്ല, വീടിനൊന്നും ലോൺ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ വ്യവസ്ഥയുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഈ വ്യക്തി അവിടെ ഇൻഷുറൻസ്, അവിടെ ഇൻഷുറൻസ് കമ്പനി സംഖ്യയുണ്ട്. ഈ വ്യക്തി അപകടത്തിലൂടെ മരിക്കുകയോ സ്വാഭാവിക മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കടം എഴുതാൻ തള്ളപ്പെടും. പിന്നെ അവിടെ ദയ തോന്നി ചെയ്യും. ഇവിടെ എത്രയാണോ മേടിച്ചത്, അല്ലെങ്കിൽ എത്ര ഇവിടെ തന്നോ അത്രയും ചിലപ്പോൾ തിരിച്ചു മടക്കി കൊടുക്കും. അത് വ്യവസ്ഥയാണ്, ഈ ലോകത്തിലെ വ്യവസ്ഥയാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാർ പറയും എങ്ങനെയൊന്ന് മരിച്ചു
മരിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. ഞാൻ എന്നെ ഈ ലോകത്തിലേക്ക് വിട്ടത് മരിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വരെക്കാലം ജീവിക്കുവാൻ കൊതിക്കുന്നവർ എന്നോട് ചേർന്ന് സൂചിച്ചാല് അതിനോട് വിഷമം ജീവിക്കണ്ട, നീ ജീവിക്കാൻ അങ്ങനെ തയ്യാറായിരുന്നു. വിഷമമാണ് വിഷമിക്കട്ടോ, ഈ പദവുമായി ഞാൻ കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ വിസ്ഫോടകമായ മാറ്റമാണ് ഉണ്ടാക്കിയത്. ജീവനമാണ് ഈ പദവുമായി ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദൈവനെ ഓടിച്ചു കയറ്റിയത് അല്ലെങ്കിൽ ഓടിച്ച് പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലേക്ക് ഞാൻ ഈ പദവുമായി കടന്നു ചെന്നു. ഒരു വീട്ടിൽ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. 40 days എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. അവിടെ ചെന്ന് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കെ അവിടെ ആളൊന്നും കൂടി. ഈ കോവിഡിന്റെ ടൈം ആണല്ലോ, ഈ കോവിഡിന്റെ സമയത്ത് പറയുന്ന കാര്യമാണ്. ആള് കൂടി നല്ല ക്രൗഡായി അവിടെ. അങ്ങനെ ക്രൗഡായിരിക്കുന്ന സമയത്ത് അവിടെ ആൾക്കാർ സൗഖ്യം ലഭിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു, എല്ലാം സംഭവിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാന്റി ഒരു കുഞ്ഞിനെ കൈകളിൽ കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ കൈകളിൽ കൊണ്ടുവന്നു. ഞാൻ ആ കുഞ്ഞിനെ കണ്ടത് ഞാൻ ഞെട്ടി. ആ കുഞ്ഞിന് ഏകദേശം 12 വയസ്സ് പ്രായം. അതൊരാൺകുഞ്ഞ. 12 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് ജന്മന നടന്നിട്ടില്ല. 2 കൈകളും 2 കാലുകളും തളർന്നതാണ്. അതിനകത്ത് ആരോഗ്യം എന്ന് പറയാനില്ല. ഈ റിപ്പ് ഇങ്ങനെ മൊത്തമായിട്ട് വളർന്നിരിക്കുക. ഇങ്ങനെ പോലെ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ സൗഖ്യമായി തിരിച്ചു. അതിനു മുമ്പേ കുറെ ആൾക്കാർ തലവേദന മാറ്റിയും പനി മാറ്റിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് തമ്പുരാനോട് വിടുതൽ കൊടുത്തു. പക്ഷെ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ പോയി. ഞാൻ ഒറ്റപ്പാടെ പറഞ്ഞുള്ളൂ, ദൈവമാണ് ജീവൻ തരാൻ വേണ്ടിയാണ്. കർത്താവേ, ഈ കുഞ്ഞിലേക്ക് ആ ജീവനെ നീ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ഈ പദം പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഉയരത്തിലേക്ക് നോക്കി എന്റെ കണ്ണുനീർ ആ കുഞ്ഞിന്റെ കാലുകളിൽ വീണു. ഹല്ലേലൂയ. എനിക്ക് വല്ലാതെ പ്രാർത്ഥിക്കാൻ അതിന്റെ വാക്കുകൾ എനിക്ക് ഉതരുന്നില്ല. ഇത്രയും പറഞ്ഞോളൂ, ജീവൻ ഇതിനകത്തേക്ക് വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് എന്റെ കൈ കിടന്ന് തെറിക്കാൻ തുടങ്ങി. അവൻ കയ്യിൽ കിടന്ന് തെറിച്ചിട്ട് ഹല്ലേലൂയ. ഞാൻ പണ്ട് ഏതൊക്കെയോ വീടിക്കകത്ത് കണ്ടിട്ട് ഒരു കാര്യമുണ്ട്, കയ്യിൽ പിടിച്ച് നടത്തിപ്പിക്കുന്ന ഒരു പരിപാടി. ഞാൻ വിശ്വാസത്തോടെ ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് നടത്തിപ്പിച്ചു. അതിന് പ്രിയമുള്ളവരെ, ആ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്റെ ദൈവം ചെയ്ത ഒരു അത്ഭുതത്തെ പറ്റിയല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ജീവനോട് വെളിപ്പെടുമ്പോൾ നിർജീവമായി കിടക്കുന്ന പല കാര്യങ്ങളും ജീവനത്തിലേക്ക് യേശു വന്ന് ജീവനെ തീരുമാനിക്കും. 11-ാമത്തെ വാക്യം എന്നെ ചിന്തിക്കുന്ന ഒരു പദമാണ്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ തന്റെ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കും. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. നല്ല ഇടയൻ തന്റെ ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്, ഈ വാക്കിനകത്ത് പ്രസംഗം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് കേട്ടത് ഇങ്ങനെയാണ്: യേശു കർത്താവ് ആളുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കാൻ വേണ്ടി വന്നു, അല്ലേ? അത് സംഭവിച്ചു, അത് നടന്നു. കർത്താവ് പറഞ്ഞതുപോലെ, ആ ഉപമ പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു. ശരിയാണ്. എന്നെ ചിന്തിപ്പിച്ചിരുന്നതാണ്, അവൻ ജീവൻ കൊടുത്തത് എന്തിനാണ്? യേശു ജീവൻ കൊടുത്തത് എന്തിനാണ്? എന്തിനാണ് ജീവൻ കൊടുത്തത്? ഹല്ലേലൂയ. എനിക്കും നിനക്കും ജീവൻ ഉണ്ടാകുവാൻ.